നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. ഡോക്ടർമാരും ഹെൽത്ത് സ്പെഷ്യലിസ്റ്റുകളുമെല്ലാം എല്ലായ്പ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്: ഒരിക്കലും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യരുതെന്ന്. ഒരു ദിവസത്തിന്റെ ആരോഗ്യവും ഉന്മേഷവും മുഴുവൻ നിലനിർത്തുന്നത് രാവിലെ കഴിക്കുന്ന ഭക്ഷണമാണ്. രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. സാധാരണയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കാതിരിക്കാൻ ശരീരത്തിന് നല്ലതായ ഓറഞ്ച് പോലുള്ള പഴങ്ങളും മധുരപലഹാരങ്ങളും വെറും വയറ്റിൽ കഴിക്കുന്ന ചിലരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ട്. എന്നാൽ ഇത് ഗുണത്തെക്കാളേറെ ദോഷമായിരിക്കും ഉണ്ടാക്കുക. ഫൈബറും മിനറൽസും ആന്റി ഓക്സിഡൻസും അടങ്ങിയ ഭക്ഷണങ്ങൾ ഒഴിഞ്ഞ വയറ്റിൽ കഴിക്കുന്നത് പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കും. അത്തരത്തിൽ വെറും വയറ്റിൽ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. തൈര്, വെണ്ണ, മോര് തുടങ്ങിയവയൊന്നും രാവിലെ വെറും വയറ്റിൽ കഴിക്കരുത്. ഇവ വയറ്റിലെത്തിയാൽ ഹൈഡ്രോക്ലോറിക് ആസിഡായി മാറും. പാലുൽപ്പന്നങ്ങളിലുള്ള ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയയെ നശിപ്പിക്കുകയും ചെയ്യും. ഇതുവഴി അസിഡിറ്റി ഉണ്ടാകും. പൊതുവെ ദഹനത്തിന് നല്ല ഭക്ഷണമാണ് വാഴപ്പഴം. എന്നാൽ അമിതമായ അളവിൽ മഗ്നീഷ്യവും പൊട്ടാസ്യവും അടങ്ങിയിട്ടുള്ള വാഴപ്പഴം വെറും വയറ്റിൽ കഴിച്ചാൽ രക്തത്തിലെ പൊട്ടാസ്യത്തിന്റെ അളവിൽ മാറ്റം വരും. വൈറ്റമിൻ സി ഉൾപ്പെടെ ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് തക്കാളി. എന്നാൽ വെറും വയറ്റിൽ കഴിച്ചാൽ തക്കാളിയുടെ ടാനിക് ആസിഡ് അസിഡിറ്റി ഉണ്ടാക്കും. ഇത് ഗ്യാസ് ട്രബിളിനും കാരണമാകും. ക്രൂഡ് നാരുകൾ ധാരാളമായി അടങ്ങിയിട്ടുള്ള ഭക്ഷണമാണ് സബർജില്ലി. എന്നാൽ ഇത് വെറും വയറ്റിൽ കഴിച്ചാൽ ആന്തരിക അവയവങ്ങളുടെ ആവരണ സ്ഥലത്തെ സാരമായി ബാധിക്കുമെന്ന് തെളിഞ്ഞിട്ടുണ്ട്. സിട്രിക് ആസിഡ് അടങ്ങിയ നാരങ്ങ വിഭാഗത്തിൽപ്പെട്ട പഴങ്ങളിൽ ഉയർന്ന തോതിൽ വൈറ്റമിൻ സി, ഫൈബർ, ആന്റി ഓക്സിഡൻസ്, പൊട്ടാസ്യം, കാൽസ്യം തുടങ്ങിയവ അടങ്ങിയിട്ടുണ്ട്. ഇവ ആസിഡ് ഉൽപാദനം വർദ്ധിപ്പിക്കുകയും ദഹന പ്രക്രിയയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യാം. വയറെരിച്ചിൽ, നെഞ്ചെരിച്ചിൽ തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇത് കാരണമാകും. അതുകൊണ്ട് തന്നെ ഇവ വെറും വയറ്റിൽ കഴിക്കുന്നത് ശരീരത്തിന് നന്നല്ല. നമ്മളിൽ ഭൂരിഭാഗവും ഒരു ബെഡ് കോഫിയിൽ നിന്ന് ദിവസം തുടങ്ങുന്നവരാണ്. എങ്കിൽ ഈ ശീലം ഉടൻ തന്നെ മാറ്റുന്നതാണ് നല്ലത്. ഒഴിഞ്ഞ വയറ്റിൽ കാപ്പി കുടിച്ചാൽ ഹൈഡ്രോളിക് ആസിഡിന്റെ തോത് ഉയരുകയും അത് ദഹന വ്യവസ്ഥയെ തകരാറിലാക്കി ഛർദി ഉണ്ടാക്കാനും സാധ്യതയുണ്ടെന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഇനി മുതൽ വീട്ടിലുണ്ടാക്കുന്ന ദോശയും പുട്ടും ഇഡ്ഡലിയും ഒക്കെ ഉപേക്ഷിച്ചിട്ട് ഫ്രൂട്ട്സുമായി ഓടിയിറങ്ങുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊക്കെ എന്ത് തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലായല്ലോ. ഈ വാർത്ത ഇഷ്ടമായെങ്കിൽ ഷെയർ ഇറ്റ്, ലൈക്ക് ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം.